പശ്ചിമേഷ്യയിലെ കടൽപ്രദേശങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സൈനിക രംഗങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇറാൻ അവകാശപ്പെടുന്ന ഫത്താ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയും അതിനെതിരെ അമേരിക്ക ഉപയോഗിക്കുന്ന അത്യാധുനിക നാവിക പ്രതിരോധ സംവിധാനങ്ങളും തമ്മിലുള്ള സാങ്കേതിക പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശുദ്ധമായ ഒരു ആയുധമത്സരം എന്നതിലുപരി ഭാവിയിലെ യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ നിർണ്ണയിക്കാവുന്ന ഒരു ഏറ്റുമുട്ടലാണിത്. ഇറാൻ അവതരിപ്പിച്ച ഫത്താ മിസൈലിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത അതിന്റെ വേഗതയാണ്. മാക് 15 വരെ ശബ്ദത്തിന്റെ വേഗതയുടെ 15 ഇരട്ടിയോളം സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഏകദേശം 1400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ പേർഷ്യൻ ഗൾഫിലും അറേബ്യൻ കടലിലുമുള്ള ഏത് ലക്ഷ്യത്തെയും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരാൻ കഴിവുള്ളതാണെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് USS ട്രിപ്പോളി പോലുള്ള വൻ യുദ്ധക്കപ്പലുകൾ പോലും ഇതിന്റെ ലക്ഷ്യമായി മാറാമെന്ന ആശങ്കയാണ് പല പ്രതിരോധ വിദഗ്ധരും പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഈ മിസൈലിന്റെ യഥാർത്ഥ ഭീഷണി അതിന്റെ വേഗതയിൽ മാത്രം ഒതുങ്ങുന്നില്ല. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ മുൻകൂട്ടി പ്രവചിക്കാവുന്ന പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഫത്തയിൽ ഉപയോഗിക്കുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ അതിന്റെ പാത മാറ്റാൻ കഴിവുള്ളതാണ്. അന്തരീക്ഷത്തിനകത്തും പുറത്തും സങ്കീർണമായ വഴിത്തിരിവുകൾ സ്വീകരിക്കുന്ന ഈ സാങ്കേതികവിദ്യ റഡാർ സംവിധാനങ്ങൾക്ക് പോലും അത് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ഇതോടെ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. എങ്കിലും ഒരു സാങ്കേതിക അവകാശവാദം യാഥാർത്ഥ്യ യുദ്ധരംഗത്ത് വിജയകരമാകണമെങ്കിൽ അത് നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് കിൽ ചെയിൻ എന്നറിയപ്പെടുന്ന പ്രക്രിയ, ലക്ഷ്യം കണ്ടെത്തൽ, നിരീക്ഷണം, ട്രാക്കിംഗ്, ആക്രമണം, ഈ മുഴുവൻ ഘട്ടങ്ങളും കൃത്യമായി ഏകോപിപ്പിക്കപ്പെടേണ്ടതാണ്. ഒരു കരതാവളത്തെ അപേക്ഷിച്ച് കടലിൽ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ ലക്ഷ്യമാക്കുന്നത് വളരെ കൂടുതൽ സങ്കീർണമാണ്. അതിനായി ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, തീരദേശ റഡാറുകൾ എന്നിവയുടെ സംയോജിതമായ ഒരു ശൃംഖലയെ ആശ്രയിക്കേണ്ടിവരും. ഈ ശൃംഖലയിൽ ഏതെങ്കിലും ഒരു ഭാഗം തകരുകയാണെങ്കിൽ ആക്രമണത്തിന്റെ കൃത്യത തന്നെ ബാധിക്കപ്പെടും. എന്നാൽ അമേരിക്കയുടെ നാവിക പ്രതിരോധ സംവിധാനങ്ങൾ ലോകത്തിലെ ഏറ്റവും നൂതനങ്ങളിലൊന്നാണ്. USS ട്രിപ്പോളി പോലുള്ള യുദ്ധക്കപ്പലുകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അവ ഒരിക്കലും ഒറ്റയ്ക്ക് പ്രവർത്തിക്കാറില്ല. RIM-162 ഇവോൾവ്ഡ് സീ സ്പാരോ മിസൈലുകൾ, ESSM, റോളിംഗ് എയർഫ്രെയിം മിസൈലുകൾ തുടങ്ങിയ സിസ്റ്റങ്ങൾ അടുത്തെത്തുന്ന ഭീഷണികളെ തകർക്കാൻ സജ്ജമാണ്. അതിനു പുറമെ AN/SLQ-32 പോലുള്ള ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ശത്രുവിന്റെ മിസൈൽ ഗൈഡൻസ് സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ഡീകോയ്കൾ വിന്യസിക്കുന്നു. ഇതിനു പുറമെ ഇത്തരം കപ്പലുകൾ സാധാരണയായി ഏജിസ് കോംബാറ്റ് സിസ്റ്റം സജ്ജീകരിച്ച ഡിസ്ട്രോയറുകളുടെ സംരക്ഷണത്തിലാണ് സഞ്ചരിക്കുന്നത്. SM-6 പോലുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഹൈപ്പർസോണിക് ഭീഷണികളെപ്പോലും നേരിടാൻ രൂപകൽപ്പന ചെയ്തതാണ്. അതിനാൽ ഒരു മിസൈൽ ലക്ഷ്യത്തിലെത്തുന്നതിനു മുൻപ് തന്നെ പല പാളികളിലൂടെയുള്ള പ്രതിരോധം മറികടക്കേണ്ടിവരും. എങ്കിലും എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നാലും ഒരു മാക് 15 വേഗതയിലുള്ള ഒരു മിസൈലിന്റെ നേരിട്ടുള്ള ആഘാതം ഒരു യുദ്ധക്കപ്പലിന് വിനാശകരമായിരിക്കുമെന്ന് നിഷേധിക്കാനാവില്ല. അതിന്റെ ഗതികോർജം തന്നെ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും. എന്നാൽ ആ നേരിട്ടുള്ള ആക്രമണം വിജയകരമാകുമോ എന്നത് ഇപ്പോഴും ഒരു വലിയ ചോദ്യമായി തുടരുന്നു. കാരണം അതിനു മുൻപായി ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ നാവിക പ്രതിരോധ ശൃംഖലകളെ മറികടക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഫത്താ ഹൈപ്പർസോണിക് മിസൈലും അമേരിക്കൻ നാവിക പ്രതിരോധ സംവിധാനങ്ങളും തമ്മിലുള്ള ഈ മത്സരം ഭാവിയിലെ യുദ്ധങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു സാങ്കേതിക ഏറ്റുമുട്ടലാണ്. വേഗതയും മറുവശത്ത് പ്രതിരോധവും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ആരാണ് മുൻതൂക്കം നേടുക എന്നത് യഥാർത്ഥ യുദ്ധസാഹചര്യങ്ങളിലാണ് നിർണ്ണയിക്കപ്പെടുക. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ സാങ്കേതിക മത്സരത്തിന്റെ ഫലങ്ങൾ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങളെ മാത്രമല്ല, ആഗോള സൈനിക തന്ത്രങ്ങളെയും ഗണ്യമായി സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ്.